മലപ്പുറം മഞ്ചേരിക്കടുത്ത് കാവനൂർ പഞ്ചായത്തിലെ ആമയൂരിലുള്ള ഒരു മലയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതായത് കാവനൂർ പഞ്ചായത്തിൻ്റെയും തൃക്കലങ്കോട് പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ആമയൂർ കോങ്ങമല എന്നുള്ളൊരു മലയാണ്. ഇവിടെ പാറ പൊട്ടിക്കുന്നതിനെതിരെ നാട്ടുകാരൊക്കെ നേരത്തെ വലിയ തരത്തിലുള്ള സമരം നടത്തിയിരുന്നു. ഇതിപ്പോൾ വലിയ തരത്തിലുള്ള അപകട ഭീഷണിയാണ് ഈ മലയിൽ ഉള്ളത്. കാരണം ശക്തമായ മഴ ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഈ പാറ തുരക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് എടുത്ത ടൺ കണക്കിന് മണ്ണ് ഇപ്പോൾ ഈ ഈ മലയുടെ സമീപത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വലിയ ശക്തമായ മഴ വരുന്ന സാഹചര്യത്തിൽ സമീപത്തേക്ക് വലിയ തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രദേശത്തെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താഴെ നിരവധി വീടുകളൊക്കെ ഉള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ രണ്ട് പഞ്ചായത്തിൻ്റെയും പ്രതിനിധികളും നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ നമ്മോടൊപ്പം ഈ ആശങ്ക പങ്കുവെക്കുകയാണ്. ഇപ്പം കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ചേരുകയാണ്. വലിയൊരു ആശങ്കയുണ്ടോ ഈ മണ്ണിങ്ങനെ കൂടി കിടക്കുന്നത്? മുകൾ ഭാഗത്തൊക്കെ മണ്ണിട്ട സ്ഥലങ്ങളൊക്കെ വിണ്ട് കീറി ഏത് നിമിഷം മഴ പെയ്ത് കഴിഞ്ഞാൽ പൊട്ടി വീഴുന്ന ഒരു അവസ്ഥയാണ് മുകളിലുള്ളത്. അപ്പൊ അതിന് എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്യാഞ്ഞാൽ ഇവിടെ താഴേക്ക് ഒരുപാട് വീടുകളിലാണ് പമ്പിച്ച ഭീഷണി നേരിടുന്നൊരു സമയമാണ് ഇപ്പോൾ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, തഹസിൽദാർക്ക് താലൂക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വില്ലേജ് തോലും എല്ലാവരും വന്ന് സ്ഥലമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു ഭീഷണിയുള്ള തൃക്കലങ്ങോട് കാവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയായ ഈ കോങ്ങമലയിലാണ് ഈ കോറി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നോമ്പ് സമയത്ത് ഏപ്രിൽ മാസത്തിലാണ് ഈ വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അമിതമായ രീതിയിൽ പൊട്ടിക്കുന്ന സമയത്താണ് 35ഓളം വീടുകൾക്ക് താമസയോഗ്യമല്ലാത്ത രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മതത്തിന് അതീതമായി സംഘടിച്ചുകൊണ്ട് കോറിക്കെതിരെ സമരം പ്രഖ്യാപിക്കുകയും ഈ കോറി അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറി എന്ന രീതിയിലാണ് സമരം ചെയ്തു എങ്കിൽ പോലും ലൈസൻസ് കൊടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോറി ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ അധ്യക്ഷ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കോറി താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കോറി ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 100ഓളം വീടുകൾ ദുരന്തത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ താഴത്ത് കുട്ടികളും വയോധികരും അതുപോലെ സ്ത്രീകളും അടങ്ങിയ 100 കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഈ ഒരു മല കുത്തിത്തുറന്ന് കോറി പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ സർക്കാരിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ കോറിക്ക് അനുകൂലമായ തീരുമാനം കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള പൈനിങ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തെറ്റിദ്ധരുത്തി ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നേരത്തെ ആവശ്യപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കോറി എത്രയും പെട്ടെന്ന് ഇതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണം. കാവനൂർ ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ പോയി ഇതിന് സംരക്ഷണം അവർ നേടിയെടുത്തേക്കാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ പേരിൽ വ്യാജമായ കേസ് 20ഓളം ആളുകളുടെ പേരിൽ കള്ളക്കേസ് പോലും ഇവിടെ ചുമത്തി അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പാണ് അവർ നേരത്തെ ചാർജ് ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA PK ബഷീർ സാഹിബ് അന്ന് MLA ആയിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇടപെട്ട് മലപ്പുറം കലക്ടറെ കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരുടെയും യോഗം വിളിപ്പിച്ചാണ് കോറിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്. ഈ കോറി ഒരിക്കലും പ്രവർത്തിക്കാൻ ഇവിടുത്തെ നാട്ടുകാരോ കാവനൂർ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളോ ഒരിക്കലും സമ്മതിക്കുന്ന പ്രശ്നമില്ല. പോലീസല്ല, ഏത് ഭരണ സംവിധാനം കോടതി ഉത്തരവ് പ്രകാരം ഇവിടെ ഉപയോഗിച്ചാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ മണ്ണ് ഒരുപാട് വലിയ തോതിലുണ്ടാവും. മണ്ണ് ഇപ്പോൾ വയനാട്ടിലെ ആ ദുരന്തം കണ്ടു, അതുപോലെ തന്നെയാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മണ്ണ് ഇങ്ങനെ ഹൈറ്റിൽ, അതായത് ഒരു കുത്തനെയുള്ള ഒരു ചെരിവുള്ള മലയാണ്. ഈ മലക്ക് താഴ്ഭാഗത്താണ് ഈ കോറി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കോറി പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടുള്ളതും അത് ഈ പ്രദേശവാസികൾക്ക് വൻ ഭീഷണി തന്നെയാണ്. ഈ മഴയത്ത് താഴേക്ക് വരുന്നുണ്ടോ മണ്ണ്? ഇവിടെ ഇപ്പോൾ അടുത്ത റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഏകദേശം മണ്ണ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 4-5 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്താൽ മിക്കവാറും ഈ മണ്ണ് മൊത്തം താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയാണ്. വലിയൊരു ഭീഷണിയാണല്ലേ? തീർച്ചയായിട്ടും. താഴെ ഏകദേശം എത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടാവും? ഒരു 35ഓളം വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു 19 വീടുകളുണ്ട് താഴെയുള്ളത്. ഇതിപ്പം ഭൂമിന്റെ മേലെ പാറല്ല, ഭൂമി ഇതൊരു മാന്തി എടുത്തുകാണ്ട് ഉള്ളിൽ നിന്ന് പൊട്ടിച്ചെടുക്കാണ്. വലിയൊരു ഭീഷണി വീടുകൾക്കുണ്ട്. ഇപ്പൊ തൽക്കാലം അവിടെ മാറി താമസിക്കാൻ പഞ്ചായത്തിന് വന്നുകാണ്ട് വില്ലേജിൽ നിന്ന് വന്നുകാണ്ട് തൽക്കാലം ബന്ധുവീടുകൾക്ക് മാറി താമസിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മഴ ഈ സമയത്താണ് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്ക് വലിയൊരു ഭീഷണി തന്നെയാണത്.
മണ്ണ് താഴേക്ക് വരുന്നുള്ളൊരു പിന്നെ തീർച്ചയായിട്ടും പിന്നെ കവളപ്പാറ ദുരന്തം പോലെ ഇപ്പോൾ കള്ളാടി അവിടെ ഉണ്ടായ ദുരന്തം പോലുള്ളൊരു ദുരന്തത്തിന് സാധ്യത ഉണ്ട്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് കൊടുത്ത ലൈസൻസുകൾക്ക് റദ്ദ് ചെയ്യണമെന്നും റദ്ദ് ചെയ്യാത്ത പക്ഷം ഇതിൽ ഇനിയും കോറി തുടങ്ങുകയാണെങ്കിൽ വലിയൊരു ജനകീയ സമരത്തിന് ഇവിടുത്തെ നാട്ടുകാർ പിന്നെ നേതൃത്വം കൊടുക്കുന്ന അറിയിക്കുക. അതിന് മുന്നിൽ നമ്മൾ ഉണ്ടാവും ചെയ്യും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അതായത് ഈ കോറിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മണ്ണ് നീക്കം ചെയ്തത്. ടൺ കണക്കിന് മണ്ണാണ് ഇത്തരത്തിൽ ഈ കുന്നിന്റെ മുകളിൽ ചെരുവിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശക്തമായ മഴ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ മണ്ണ് കുത്തിയൊലിച്ച് നമുക്കറിയാം ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉള്ളതാണ്. അത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാവുകയും ആ മണ്ണെല്ലാം ഒലിച്ച് ഇങ്ങനെ വീടുകളിലേക്ക് എത്തി അത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ആശങ്ക പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ ഈ കോറിക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകരുത് എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ തലത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ആണ് ഇത്തരത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരൊക്കെ ആശങ്കയുമായി മുന്നോട്ട് വരുന്നത്. അനൂപ് ജിക്കോട്ടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.